സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി ഒരു ഫോക്ക് സോങ് ആണ് വരാൻ പോകുന്നത്. ഫോക്ക് ബേസ് സോങ് റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ആയിഷ ഷെറിൻ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫോർ ആയിഷ. ആയിഷ ഹായ്. ഇന്ന് നല്ല നല്ല വേഷത്തിലാണ് വന്നിരിക്കുന്നത്. ഫോക്ക് സോങ്ങിന് പറ്റിയൊരു വേഷം. ആയിഷ കുട്ടി, ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഉത്സവമേളം എന്ന ഫിലിമിലെ അമ്മയ്ക്കൊരു പൊന്നും കൂടെ. തകർക്ക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഒരു പൊന്നും കൂടം ആടി വരും മന്ത്രക്കൂടം ആൽത്തരമേൽ അമ്മേ ഞങ്ങൾ കാഴ്ചവെക്കും അമ്മക്കൂടം ആറ്റുനോറ്റിനമ്മേ ഞങ്ങൾ നേർച്ച വയ്ക്കും അമ്മക്കൂടം. അമ്മയ്ക്കൊരു പൊന്നും കൂടം ആടി വരും മന്ത്രക്കൂടം ആൽത്തരമേൽ അമ്മേ ഞങ്ങൾ കാഴ്ചവെക്കും അമ്മക്കൂടം ആറ്റുനോറ്റിനമ്മേ ഞങ്ങൾ നേർച്ച വയ്ക്കും അമ്മക്കൂടം. സൂര്യചന്ദ്രനോ
പൊന്നും കുടം ആടി വരും മന്ത്രക്കുടം. ഐഷ നല്ല ഒരു രസോട്ടായിരുന്നു കണ്ടിരിക്കാൻ. ഫ്ലോലെസ് സിംഗിങ് ആയിരുന്നു. ഐഷ, നമ്മുടെ കുട്ടി ഡാൻസേഴ്സ് ഫ്രം സാംബാസ് അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. മൊത്തത്തിൽ ഇത് കളർഫുൾ ആക്കി ഐഷ അവര്. അപ്പൊ ഇനി ഐഷയുടെ കമന്റ്സ് നമുക്കറിയാം. സ്റ്റാർട്ട് വിത്ത് റിമി ചേച്ചി. മഞ്ഞക്കിളി, മോള് ഒരു ഫോക്ക് സോങ്ങിന് പറ്റിയ രീതിയിലുള്ള ഒരു നല്ല പാട്ട് തന്നെയാണ് സെലക്ട് ചെയ്തത്. വളരെ ഭംഗിയായിട്ട് മോൾക്ക്, പ്രത്യേകിച്ച് മോളുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർ സിംഗിങ് ആണ്. മോക്ക് ഭയങ്കര നല്ല തുറന്നു പാടാനുള്ള കഴിവുണ്ട്, നല്ല ശബ്ദമുണ്ട്, നല്ല റേഞ്ച് ഉണ്ട്. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും മോക്ക് ഒരു സിംഗർ എന്ന നിലയിൽ തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് നല്ലൊരു കൈയടി കൊടുക്കണം. അതുപോലെ ഡാൻസ് ചെയ്ത കുഞ്ഞു കുട്ടികളും വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. പിന്നെ അവിടെ ഇവിടെ ചെറിയ 1000 കൈകൾ പൂവ് തീർത്ത് എന്നേ ആ ചെറിയൊരു പോർഷൻ അവിടെ ചെറിയൊരു മോക്കൊരു ഡൗട്ട് വരുന്നുണ്ട്. മോക്ക് പാടാൻ പറ്റാത്ത സംഭവമൊന്നുമല്ല, അത് കേട്ട് പഠിച്ചതിന്റെ അങ്ങ് പാടി പഠിച്ചപ്പോ ഇതങ്ങ് ആ ഒരു സംഭവം. പക്ഷെ സ്ഥിരമായിട്ട് നമ്മൾ ഈ പാട്ട് സുജാ ചേച്ചി പാടി അത്രയും ഹിറ്റായ ഒരു ഗാനം ആയതുകൊണ്ട് എന്തോ ഒരു സംഭവം, ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. ചെറിയ ചാമരങ്ങൾ വീശുന്നേ എന്നൊക്കെ പാടുന്നവർക്ക് ചെറിയൊരു പിച്ചിങ്ങിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പാട്ട് ഇത്രയും എനർജറ്റിക് ആയിട്ട് പാടാൻ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പില് മോക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആപ്റ്റ് ആയിട്ട് എത്തേണ്ട കൈകളിൽ തന്നെ എത്തി ഈ പാട്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ചെറിയൊരു രസകരമായ കാര്യം, എനിക്ക് നാടോടി നൃത്തത്തിന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു പാട്ടായിരുന്നു. അത് എന്റെ മമ്മി തന്നെയാണ് കമ്പോസ് ചെയ്ത് പഠിപ്പിച്ച. അപ്പൊ എനിക്ക് എന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു നർത്തകി എന്ന നിലയിൽ ഞാനെന്നും പുളകം കൊള്ളുന്ന ഒരു ഗാനമായിരുന്നു. എന്നെ ഓർമ്മകളിലോട്ട് ആഴങ്ങളിലേക്ക് തള്ളിയിട്ടതിന് ഒത്തിരി സന്തോഷം കേട്ടോ. ഐഷ നല്ലൊരു പാട്ടാണ്, നല്ലോണം പാടി കേട്ടോ, അസലായിട്ട് പാടി. എനിക്ക് ആകെ തോന്നിയത് മോളുടെ ഇവിടെ ഒരു നെയ്സൽ ഡിസ്റ്റർബൻസ് ഉള്ളതുപോലെ ഫീൽ ചെയ്തു. ഇങ്ങനെ ശ്രുതി ചെറുതായിട്ട് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പോലെ തോന്നി പല്ലവിയിലൊക്കെ, താഴെ പാടുമ്പോൾ പ്രത്യേകിച്ച്. മുകളില് വളരെ കേപ്പബിൾ ആയിട്ട് പാടി. പിന്നെ അവസാനത്തെ പ്ലാൻ ഒന്ന് പാടാം, നന്നായിട്ട് പാടിയിരുന്നു. അതിന്റെ എൻഡ് ചെയ്തപ്പോ മാത്രം ചെറിയൊരു, അതായത് ചരണത്തിലെ എൻഡിലുള്ള ഒരു സംഗതി ഇല്ല, ഒരു പക്ക ഫോക്ക് പ്ലാൻ ആണ്. നല്ലോണം പാടി മോള്, ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? അത് ഇപ്പൊ കറക്റ്റായി. ചരണത്തില് പാടിയപ്പോ ഇച്ചിരി ഒന്ന് സ്ലിപ്പ്, അത് അവസാനത്തെ എൻഡ് ചെയ്തപ്പോ ഇച്ചിരി സ്ലിപ്പായി എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ചില പല്ലവിയിൽ ചെറിയ പോർഷൻസ് അത്രേ ഉള്ളൂ. എന്നാലും നല്ല എനർജറ്റിക് ആയിട്ട് പാടി മോള്, നല്ല വൈബ്രന്റ് ആയിട്ട് പാടി കേട്ടോ. ഗുഡ് ലക്ക്. ഐഷ, ഉത്സവമേളം എന്ന സിനിമയിലെ മോഹൻ സിതാര സർ കമ്പോസ് ചെയ്ത പാട്ട്, സുജാത ചേച്ചി പാടിയ പാട്ട് അസലായിട്ട് പാടി മോളെ. നല്ല ഒരു പവർ പാക്ഡ് പെർഫോമൻസ്. ആൻഡ് മോള് വളരെ പ്ലസന്റ് ആയിട്ട് ഈ പാട്ട് റെൻഡർ ചെയ്തു. അതാണ് ഏറ്റവും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം. ബിക്കോസ് ഇതൊരു ഫെസ്റ്റീവ് മൂഡുള്ള അല്ലെങ്കിൽ ഒരു ആഘോഷ തിമിർപ്പുള്ള ഒരു പാട്ടാണ്. അത് മോള് ബ്യൂട്ടിഫുൾ ആയിട്ട് റെൻഡർ ചെയ്തു. ആൻഡ് യുവർ എന്താ പറയാ, മോളുടെ സിംഗിങ്ങിൽ എപ്പോഴും ഞങ്ങൾ കമന്റ് ചെയ്യാറുള്ള ഒരു പ്രൊഫഷണലിസം ഈ പാട്ടിലുണ്ടായിരുന്നു. അപ്പം അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മോളെ സപ്പോർട്ട് ചെയ്തു. കറക്ഷൻസ് റീച്ചേട്ടനും റിമിയും പറഞ്ഞു. ഐ ഫീൽ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ വെരി ഗുഡ് പെർഫോമൻസ്. ആൻസേഴ്സിനും സ്പെഷ്യൽ ഒരു താങ്ക്സ്. ഐ ഫെൽറ്റ് അനുപല്ലവിയേക്കാളും മോള് ചരണമാണ് ഒന്നുകൂടി നന്നായിട്ട് പാടിയത്. വേറെ മേജർ കറക്ഷൻസ് ഒന്നും തോന്നിയില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അനുപേട്ട. അപ്പം ആയിഷ ഫോക്ക് ബേസ് സോങ് റൗണ്ടിന്റെ കമന്റ്സ് നമ്മൾ അറിഞ്ഞു. നല്ല കമന്റ്സ് ആണ് അല്ലേ? അപ്പം മാർക്സ് നല്ലതായിരിക്കൂലേ? പ്രതീക്ഷിക്കാം അല്ലേ? നമുക്ക് മാർക്സ് ചോദിച്ചു നോക്കാം. അനുപേട്ട ഓൺ 30. മോളെ ഞാൻ 27.75 out of 30. Style, attitude and performance was very good. 4 out of 4. Thank you അനുപേട്ട. റിം ചേച്ചി 27.5. 2.75. താങ്ക് യു റിം ചേച്ചി. ബി ചേട്ടാ 27.5. എക്സ്പ്രഷന് 2.75. താങ്ക് യു ബി ചേട്ടാ. ആയിഷക്കുട്ടി, your total score is 92.25 on 100. ആയിഷ സെമി ഫൈനൽസിന്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. നല്ല മാർക്ക് വാങ്ങിച്ചു. ഇനി വരുന്ന പെർഫോമൻസുകളും ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
ITL World Junior Idol Season 2 സെമി ഫൈനൽ സ്റ്റേജിലെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ കണ്ടസ്റ്റന്റ്സ് വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായി ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL World Travel Management Company. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് നിങ്ങൾക്ക് എപ്പോഴും കൺസൾട്ട് ചെയ്യാം ITL World Travel Management Company by saying that this is me Meghna, offering out from your favorite show ITL World Junior Idol Season 2. Good night.